മെഡിക്കൽ കോളേജിലെ പൊതിച്ചോറ് വിതരണത്തെ ആക്ഷേപിച്ച് ജി സുധാകരൻ എംഎൽഎക്കെതിരെ പ്രതിഷേധം ശക്തം. പൊതിച്ചോറ് വിതരണത്തെ നേരത്തെ പുകഴ്ത്തിയ ജി സുധാകരന്റെ വാക്കുകൾ പുറത്തുവിട്ട് സോഷ്യൽ മീഡിയ. ഡിവൈഎഫ്ഐ നടത്തുന്ന പൊതിച്ചോറ് വിതരണവും രക്തദാനവും നടത്താൻ ജി സുധാകരന് കഴിയുമോ എന്നും സിപിഎം നേതൃത്വത്തിന്റെ വെല്ലുവിളി. മെഡിക്കൽ കോളേജുകളിൽ ഡിവൈഎഫ്ഐ നടത്തുന്ന പൊതിച്ചോറ് വിതരണത്തിനെതിരെ രംഗത്ത് വന്ന മുൻ മന്ത്രി ജി സുധാകരനെതിരെ പ്രതിഷേധം ശക്തമായി ഉയരുന്നു. രോഗികൾക്കും ഒപ്പം കൂട്ടിരിക്കുന്നവർക്കും സൗജന്യ പൊതിച്ചോറ് ലഭിക്കുന്നത് വലിയൊരു ആശ്വാസമായിരുന്നു. കക്ഷി രാഷ്ട്രീയ വ്യത്യാസം മറന്ന് സമൂഹത്തിലെ വിവിധ തുറകളിലുള്ളവർ പൊതിച്ചോറ് വിതരണം എന്ന കാരുണ്യ പദ്ധതിയിൽ പങ്കുചേരുകയും ചെയ്തിരുന്നു. ഉത്തരവാദിത്തപ്പെട്ട യുവജന പ്രസ്ഥാനം എന്ന നിലയിൽ ഡിവൈഎഫ്ഐക്ക് പൊതുമണ്ഡലത്തിൽ വലിയ സ്വീകാര്യതയും ലഭിച്ചിരുന്നു. സിപിഎമ്മിലുള്ളപ്പോൾ പൊതിച്ചോറ് വിതരണത്തെ വാനോളം പുകഴ്ത്തിയ നേതാവായിരുന്നു ജി സുധാകരൻ. ഇപ്പോൾ സിപിഎം വിട്ട് യുഡിഎഫ് ചേരിയിലെത്തിയപ്പോൾ പൊതിച്ചോറ് വിതരണത്തെ രൂക്ഷഭാഷയിൽ അധിക്ഷേപിക്കുകയാണ് ജി സുധാകരൻ ചെയ്യുന്നത്. എന്നാൽ സുധാകരന്റെ ഇരട്ടത്താപ്പ് തുറന്നുകാട്ടി സോഷ്യൽ മീഡിയ സജീവമായി രംഗത്തെത്തിയതോടെ മറുപടിയില്ലാതെ ബുദ്ധിമുട്ടുകയാണ് മുൻ മന്ത്രി ജി സുധാകരൻ. പൊതിച്ചോറ് വിതരണം 1000 ദിവസം പൂർത്തിയാക്കിയ പരിപാടി 2020 ആലപ്പുഴയിൽ ഉദ്ഘാടനം ചെയ്തത് സുധാകരനായിരുന്നു. അന്ന് ഡിവൈഎഫ്ഐയെ വാനോളം പുകഴ്ത്തിയ സുധാകരനാണ് യുഡിഎഫ് ക്യാമ്പിലെത്തിയപ്പോൾ പദ്ധതിയെ നിശിത ഭാഷയിൽ വിമർശിച്ചത്. മെഡിക്കൽ കോളേജിൽ ഡിവൈഎഫ്ഐയുടെ കൊടി കെട്ടിയ വാഹനം ഭക്ഷണപ്പൊതിയുമായി എത്തുമ്പോൾ ലഭിക്കുന്ന സ്വീകാര്യതയാണ് ജി സുധാകരനെ പ്രകോപിപ്പിച്ചതെന്ന് വ്യക്തം. ഇതിനെതിരെയാണ് വ്യാപക പ്രതിഷേധം ഇരമ്പുന്നത്. എത്ര പെട്ടെന്നാണ് മനുഷ്യരുടെ വിശപ്പിന്റെ വില ചിലർ മറന്നുപോകുന്നതെന്നാണ് വിഷയത്തിൽ ഡിവൈഎഫ്ഐ സംസ്ഥാന സെക്രട്ടറി വി.കെ. സനോജ് പ്രതികരിച്ചിരിക്കുന്നത്. ഡിവൈഎഫ്ഐയുടെ ഭക്ഷണ വിതരണത്തെ പ്രശംസിച്ച ജി സുധാകരന്റെ പക്ഷം അന്ന് ഇടതുപക്ഷമായിരുന്നു. ഇന്ന് അദ്ദേഹം വലതുപക്ഷത്തിന്റെ കുഴലൂത്തുകാരനായി മാറിയെന്നും സനോജ് വിമർശിച്ചു. ഫേസ്ബുക്ക് പോസ്റ്റിലൂടെയായിരുന്നു അദ്ദേഹത്തിന്റെ പ്രതികരണം. ഭക്ഷണ വിതരണം മാത്രമല്ല, രക്തദാനവും ഡിവൈഎഫ്ഐ ചെയ്യുന്നുണ്ട്. അതിനിയും തുടരുമെന്നും വി.കെ. സനോജ് വ്യക്തമാക്കി. നമ്മൾ എവിടെയാണോ നിൽക്കുന്നത് അവിടുത്തെ നിലപാടുകൾ നമ്മിലേക്ക് പടരുമെന്നതിന്റെ ജീവിക്കുന്ന തെളിവാണ് സുധാകരന്റെ മാറ്റമെന്നും അദ്ദേഹം തിരിച്ചടിച്ചു. അതേസമയം മെഡിക്കൽ കോളേജുകളിലെ സൗജന്യ ഭക്ഷണ വിതരണം തടയണമെന്ന ജി സുധാകരന്റെ പ്രസംഗത്തിൽ പ്രതികരണവുമായി ഡിവൈഎഫ്ഐ ആലപ്പുഴ ജില്ലാ സെക്രട്ടറി ജെയിംസ് സാമുവലും രംഗത്ത് വന്നു. ജി സുധാകരൻ സ്വയം അപഹാസ്യനാവുകയാണ്. 2017 വണ്ടാനത്തെ പൊതിച്ചോറ് വിതരണം ഉദ്ഘാടനം ചെയ്തത് ജി സുധാകരനാണെന്നും ജെയിംസ് ചൂണ്ടിക്കാട്ടി. അന്ന് സൗജന്യ ഭക്ഷണ വിതരണത്തെ ജി സുധാകരൻ പ്രകീർത്തിച്ചു. ഭക്ഷണ വിതരണം രാഷ്ട്രീയമല്ല, മനുഷ്യത്വമാണ്. തെരഞ്ഞെടുപ്പുകളിൽ തോറ്റപ്പോഴും ഭക്ഷണ വിതരണം തുടർന്നെന്നും അദ്ദേഹം പറഞ്ഞു. ഇങ്ങനെ ഭക്ഷണം കൊടുക്കാൻ സർക്കാരിന് എങ്ങനെ കഴിയുമെന്നും ആശുപത്രികളിലെ രക്തദാനവും നിർത്തണമെന്ന് ജി സുധാകരൻ പറയുമോ എന്നും അദ്ദേഹം ചോദിച്ചു. പൊതിച്ചോറ് വിതരണത്തെ പരിഹസിച്ച ജി സുധാകരൻ എംഎൽഎക്കെതിരെ വിമർശനവുമായി സിപിഎം ആലപ്പുഴ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം മനു സി പുളിക്കൽ രംഗത്തെത്തി. 3000-ഓളം ഭക്ഷണപ്പൊതികൾ ദിവസേന ഡിവൈഎഫ്ഐ വിതരണം ചെയ്യുന്നുണ്ട്. കൂടാതെ മാതൃകാപരമായി രക്തദാനവും ചെയ്യുന്നു. ഇതെല്ലാം തടസ്സമില്ലാതെ ചെയ്യാൻ ജി സുധാകരന് കഴിയുമോ എന്നും മനു സി പുളിക്കൽ ചോദിച്ചു. ഏറ്റവും കുറഞ്ഞത് ദിവസവും 2500 പൊതികളെങ്കിലും നൽകേണ്ട ഇടമാണ് ആലപ്പുഴ മെഡിക്കൽ കോളേജ്. സർക്കാർ ഏറ്റെടുത്തു കഴിഞ്ഞാൽ ഒരു ദിവസവും മുടങ്ങാതെ പൊതിച്ചോറുകൾ നൽകുവാൻ സർക്കാരിന് കഴിയുമെന്ന് അങ്ങേക്കോ പുതിയ ലാവണമായ ഐക്യ ജനാധിപത്യ മുന്നണിക്കോ പറയാൻ സാധിക്കുമോ എന്ന് മനു സി പുളിക്കൽ ഫേസ്ബുക്കിൽ കുറിച്ചു. മെഡിക്കൽ കോളേജിലെ ബ്ലഡ് ബാങ്ക് രജിസ്റ്ററിൽ ദിവസവും 10ഉം അതിലധികവും പേരുകളുടെ ഒപ്പം ഡിവൈഎഫ്ഐ എന്ന സംഘടനയുടെ പേരും കാണാൻ സാധിക്കും. എന്നാൽ ഡിവൈഎഫ്ഐയെ മെഡിക്കൽ കോളേജിൽ നിന്നും ഒഴിവാക്കുമ്പോൾ സാധാരണക്കാരായ രോഗികൾക്കുള്ള രക്തവും അങ്ങയും അങ്ങയുടെ സർക്കാരും നൽകുമെന്ന് ഉറപ്പുണ്ടോ എന്നും സിപിഎം നേതാവ് ചോദിക്കുന്നു. നൽകിയ ഉറപ്പുകൾ ഇന്നേ വരെ പാലിക്കാതെ ജനങ്ങളെ ദുരിതക്കയത്തിലേക്ക് കയറ്റിവിട്ട ചരിത്രമാണ് കേരളം ഭരിച്ച കോൺഗ്രസ് സർക്കാരുകൾക്ക് ഉള്ളതെന്നും മനു സി പുളിക്കൽ ആരോപിച്ചു. അതുകൊണ്ടുതന്നെ ഒന്നുകിൽ ജി സുധാകരൻ പറഞ്ഞ കാര്യങ്ങൾ നടപ്പിലാക്കുവാൻ ആർജവമുണ്ടെങ്കിൽ അത് ചെയ്തു കാണിക്കണം. അല്ലാത്ത പക്ഷം പറഞ്ഞുപോയ അബദ്ധം തിരിച്ചറിഞ്ഞ് നിസ്സഹായരായ രോഗികൾക്കും കൂട്ടിരിപ്പുകാർക്കും ലഭിക്കുന്ന ഭക്ഷണപ്പൊതികളും രക്തദാനവും ഇല്ലാതാക്കുന്ന പ്രസ്താവനയിൽ നിന്നും പിന്മാറണമെന്നും സിപിഎം നേതാവ് ആവശ്യപ്പെട്ടു. ആവേശപൂർവ്വം ജി സുധാകരൻ നടത്തിയ പ്രഖ്യാപനത്തെ സോഷ്യൽ മീഡിയ പൊളിച്ചടക്കിയതോടെ ന്യായീകരണം തുടരാനാവാത്ത അവസ്ഥയിലാണ് ജി സുധാകരനും യുഡിഎഫ് നേതൃത്വവും ഇപ്പോൾ.